ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെറൂസിയയിലേക്ക് സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മുൻപ് നാം സുവിശേഷ പ്രഘോഷണത്തെപ്പറ്റി പ്രതിപാദിച്ചു. വീണ്ടും 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സുവിശേഷത്തെ പ്രതി എല്ലാവർക്കും ഒരു ദാസനെ പോലെ താനായിത്തീർന്നു എന്ന് പ്രതിപാദിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്താണ് ദാസൻ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ, ദാസി എന്ന് പറഞ്ഞാൽ അതൊരു വേലക്കാരിയാണോ? അല്ലെങ്കിൽ ദാസൻ എന്നാൽ അതൊരു വേലക്കാരനാണ്? ദാസൻ, ദാസി എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് അടിമ എന്നാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ആ വ്യക്തിക്ക് തൻ്റേതായ ആഗ്രഹങ്ങളില്ല, തൻ്റേതായ ചിന്തകളില്ല, തൻ്റേതായ പ്രവർത്തനങ്ങളുമില്ല. എന്നാൽ തൻ്റെ യജമാനൻ്റെ ഇഷ്ടമാണ് അവൻ്റെ ഇഷ്ടം. യജമാനൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അതാണ് അവൻ ആഗ്രഹിക്കുകയും അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ പ്രതി ഇവിടെ പൗലോസ് ശ്ലീഹ ഒരു ദാസനെ പോലെ ആയിത്തീർന്നു. യഹൂദന്മാരെ നേടുവാൻ വേണ്ടി അവൻ യഹൂദനെ പോലെയും, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടുവാൻ ന്യായപ്രമാണ അനുസാരിയെ പോലെയും, അതുപോലെ ന്യായപ്രമാണമില്ലാത്തവർക്ക് വേണ്ടി ന്യായപ്രമാണമില്ലാത്തവനെ പോലെയും, ബലഹീനർക്ക് വേണ്ടി ബലഹീനനെ പോലെയും കർത്താവിന്റെ സുവിശേഷത്തെ പ്രതി ഒരു ദാസനായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ കർത്താവിന് വേണ്ടി ദാസനായി തീർന്ന പൗലോസ് ശ്ലീഹ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട മാറ്റം ഇതാണ്. അവൻ ശൗലായിരുന്നപ്പോൾ അവൻ്റേതായ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അവൻ്റേതായ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ ഇതാ പൗലോസിൻ്റെതായ ഇഷ്ടങ്ങൾ ഇല്ല. അവൻ്റെ ഇഷ്ടം അവന് സുവിശേഷം പ്രഘോഷിക്കുകയും അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുകയും ചെയ്യണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം ഒരു മത്സരമാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, അദ്ദേഹവും മത്സരിക്കുകയാണ്. അദ്ദേഹം മത്സരിക്കുന്നത് അനേകർക്ക് വേണ്ടി ക്രിസ്തുവിനെ നേടുവാനാണ്. അതിന് തന്നെ താഴ്ത്തി തൻ്റെ നാഥനെ പോലെ അവനായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മളെ ഏറെ വിനയപ്പെടുത്തുകയും കർത്താവിൻ്റെ ദാസനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.